ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോൾ കുറച്ച് നേരം വൈകിട്ടോ. അപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം അസംസ്കാരം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറുകയാണ് കേട്ടോ. ഞാനിതാ കട്ടൻ ചായ ഇട്ടിട്ട് ഇക്കാക്ക് പാലൊഴിച്ചിട്ട് ചായ വെച്ച് കൊടുക്കുകയാണ്. ഇക്കാക്ക് പാലൊഴിച്ചിട്ട് തന്നെ വേണം കേട്ടോ ചായ. പിന്നെ ഇതാ കാലത്ത് ഒരുപോലെ പഴം മേടിച്ചാണ് കേട്ടോ, പഴുക്കാത്തത്. താത്ത വന്നപ്പോൾ പിന്നെ അതൊന്ന് കുറച്ചെടുത്തിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ താത്തേക്ക് പോയതിന് ശേഷം ഞാനിതാ നാളേക്കുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ആപ്പത്തിനാട്ടോ ആട്ടണത്. പിന്നെ ഇതാ കുറച്ച് വറകൊക്കെ ഒന്ന് ഉണക്കാട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ, അതിനൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ ഇതാ ഇന്ന് വൈകുന്നേരത്തെ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ മാവ് രാവിലെ റെഡിയാക്കി വെച്ചാണ് കേട്ടോ. മാവിൽ ഉറുമ്പ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വെള്ളത്തിൽ ഇറക്കി വെച്ചാണ് കേട്ടോ മാവിനെ. അങ്ങനെ നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ ഒന്ന് കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ അരിയൊക്കെ ഒന്ന് അരച്ച് വന്നിട്ടുണ്ട്, അതിനൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കണം. അങ്ങനെ ഇതാ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ കേട്ടോ. പിന്നെ ഇതാ ഗ്രൈൻഡറും കൈയോടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഗ്രൈൻഡറൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇതാ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ നെയ്യപ്പം ചൂടാൻ നിൽക്കുകയാണ്. നെയ്യപ്പൊക്കെ ആകുമ്പോൾ ഓരോന്നല്ലേ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനിതാ കുറച്ച് നേരമൊക്കെ വന്നിട്ട് നെയ്യപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നെയ്യപ്പം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വാപ്പയും ഉമ്മയൊക്കെ എൻ്റെ അനിയൻ്റെ കൂടെ ആയിട്ടാണ് ഇരിക്കുന്നത്. അവർക്കുള്ള നെയ്യപ്പൊക്കെ അങ്ങോട്ട് കൊടുത്തു വിടുകയാണ്. പിന്നെ ഞാനിതാ പാലൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോഴേക്കും ഇതാ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ചോറൊന്നും വേണ്ട കഴിക്കാനെന്ന് പറഞ്ഞിട്ട് ഇതാ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ആപ്പിളും പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചോറ് കഴിക്കാത്തതല്ലേ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.